പ്രസംഗിച്ചുള്ള ശീലമില്ല, അനൗൺസ് ചെയ്താണ് ശീലം. അതുപോലെയല്ലല്ലോ പ്രസംഗം. സത്യമായിട്ടും എനിക്ക് പറ്റിയൊരു അബദ്ധമായിരുന്നു ആ പള്ളിയിലെ സംഭവം. കുറച്ച് പേർക്കെങ്കിലും അത് അറിയാവുന്നതാണ്. അല്ലാതെ ഒരു കാര്യത്തിലും അങ്ങനെ തീവ്രമായി നിൽക്കുന്ന ഒരാളല്ല ഞാൻ. എൻ്റെ വിശ്വാസം എനിക്ക് പ്രധാനമാണ്. അതുപോലെ മറ്റുള്ളവരുടെ വിശ്വാസത്തെ ഞാൻ മാനിക്കുന്നു. ഇത് ഞാൻ ജനിച്ചു വളർന്ന നാടാണ്. എന്നുവെച്ച് എൻ്റെ മാത്രമല്ലല്ലോ, മറ്റു മതക്കാരുടെയും വിശ്വാസികളുടെയും ഒക്കെ രാജ്യമാണിത്. എനിക്കുള്ള അതേ അവകാശം എല്ലാവർക്കും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഓട്ടോ ഓടിച്ച് ജീവിക്കുന്ന ഒരാളാണ്. കുടുംബം എൻ്റെ ചുമലിലാണ്. ഒരു പെങ്ങളാണുള്ളത്. അവളുടെ വിവാഹാലോചന ഇത് കാരണം മുടങ്ങി. ഇതിൻ്റെ പേരിൽ എന്നാരും പോരാളിയാക്കരുത്, തീവ്രവാദിയാക്കരുത്. എൻ്റെ പെങ്ങൾക്കും എന്നെ ആലോചനകൾ ഇനി മുടങ്ങരുത്. എല്ലാവരും പോലെ എനിക്കും ജീവിക്കണം. പലരും ഇപ്പം എന്നോട് മിണ്ടുന്നില്ല, എൻ്റെ ഓട്ടോയിൽ കയറുന്നില്ല. അതെനിക്ക് സഹിക്കാൻ കഴിയണില്ല. ഞാനൊരു പാവ മനുഷ്യനാണ്. ദയവ് ചെയ്ത് എന്നെ ദ്രോഹിക്കരുത്. അല്ലെങ്കിൽ എനിക്ക് എന്നെ തന്നെ അവസാനിപ്പിക്കേണ്ടി വരും. നിർത്തുന്നു. പ്രിയമുള്ള മാതാപിതാക്കളെ, ഗുരുജനങ്ങളെ, പ്രിയ സഹോദരങ്ങളെ, പൂജ്യ ബാവാജി സംസാരിക്കുന്നത് നമ്മൾ കേട്ടു. ഞാൻ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും തീവ്രവും മുനകളൊളിപ്പിച്ചതുമായ ഒരു പ്രസംഗമായിരുന്നു. നിങ്ങളിൽ പലർക്കും അത് മനസ്സിലായി ആവില്ല. അദ്ദേഹത്തെ പോലെ ഒരു തികഞ്ഞ സംഘടനാ സ്നേഹി, ആത്മബോധമുള്ള ഒരു സമുദായ സ്നേഹി, ആത്മനിയന്ത്രണമുള്ള ഒരു പോരാളി വെറും കവലച്ചട്ടമ്പികൾ പറയുന്നത് പോലെ അവർ പറയില്ല. നിങ്ങൾ ഓർത്തു നോക്കൂ, എന്താണ് അദ്ദേഹം പറഞ്ഞത്? എനിക്ക് പറ്റിയത് ഒരബദ്ധമായിരുന്നു. എന്നെ പള്ളിയിൽ വെച്ച് കണ്ടത്, എന്നെ പള്ളിയിൽ വെച്ച് പിടിച്ചത് അതെന്റെ ഒരബദ്ധമായിരുന്നു. അപ്പോൾ എന്താണ് അതിൻ്റെ മറുഭാഗം? ഇനി അബദ്ധം പറ്റില്ലെന്നാണ്. സഹോദരങ്ങളെ, നിങ്ങൾ ശരിയായ രീതിയിലല്ലെങ്കിൽ ഇനിയൊരബദ്ധം പറ്റില്ല. പിന്നെ പറഞ്ഞതെന്താണ്? ഞാൻ തീവ്ര നിലപാടുള്ളയാളല്ല. അതായത് വേണ്ടി വന്നാൽ തീവ്ര നിലപാടുകൾ എടുക്കും എന്നാണ്. നിങ്ങൾക്കത് താങ്ങാനാകില്ല എന്നാണ്. പിന്നെയോ, ഇതെന്റെ നാടാണ്. എനിക്കുള്ളതുപോലെ അവകാശം മറ്റുള്ളവർക്കുമുണ്ട് എന്ന് പറഞ്ഞാൽ അതിനൊരു മറുവശമുണ്ട്. എൻ്റെ അത്ര അവകാശമേ നിങ്ങൾക്കും ഇവിടെയുള്ളൂ. അതിനപ്പുറം കടക്കേണ്ട എന്നാണ് വീണ്ടും അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ എന്നോട് കാണിക്കുന്നത്, എന്നോട് മിണ്ടാത്തത്, എൻ്റെ വണ്ടിയിൽ കയറാത്തത്, എന്നെ സങ്കടപ്പെടുത്തുന്നത് ഈ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്നവരെ സങ്കടപ്പെടുത്തുന്നതിന് തുല്യമാണ്. അങ്ങനെ സങ്കടപ്പെടുത്തിയാൽ എനിക്ക് എന്നെ തന്നെ അവസാനിപ്പിക്കേണ്ടി വരും. അതിൻ്റെ അർത്ഥം ആത്മഹത്യ ചെയ്യുമെന്നല്ല, ബലിദാനിയാകുമെന്നും അല്ലെങ്കിൽ ചാവേറാകണമെങ്കിൽ ചാവേറാകുമെന്നുമാണ്. ധീരനായ ബാവാജിയുടെ വാക്കുകൾ, ആ വാക്കുകളിൽ നിന്നും നമ്മൾ ഊർജ്ജം ഉൾക്കൊള്ളണം. വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. ഇതവനല്ലേ ആ പള്ളി കയറിയ? അതവൻ തന്നെടാ. ഹലോ, ഞാൻ ദാ അങ്ങോട്ട് വരിക. കല്യാണമൊക്കെ അവിടെ നടക്കട്ടെ. ഞാൻ നിനക്ക് നല്ല പൊറോട്ടയും ചിക്കൻ കറിയും മേടിച്ചോണ്ട് വരാം. അല്ലെങ്കിൽ ബിരിയാണി വേണോ?
അമ്മോട് പറ എല്ലാവർക്കും ഉള്ള ഭക്ഷണം ഞാൻ മേടിച്ചുകൊണ്ട് വരുന്നു. നീ ഇനി അവിടെ നോക്കിയിരിക്കണ്ട, നമുക്ക് തകർക്കണ്ടേ? നമ്മളെ ചാമ്പാനുള്ള പരിപാടിയൊന്നും കട തകർക്കൊന്ന്. പിന്നെ ഒന്ന് സൂക്ഷിച്ചോ. എന്താ പ്രശ്നം? എന്ത് എന്താ തകർക്കുന്നു പറഞ്ഞു? എന്ത് വെറുതെ പ്രശ്നം ഉണ്ടാക്കില്ലട്ടാ. എന്ത് പ്രശ്നം? നിങ്ങൾക്കിപ്പോൾ എന്താ പ്രശ്നം? ഞങ്ങളല്ല പ്രശ്നം ഉണ്ടാക്കിയത്, നിങ്ങളാ പ്രശ്നം ഉണ്ടാക്കിയത്. ഇതേ വെറുതെ ആവശ്യമില്ലാണ്ട് എന്നെ മെക്കിട്ട് കയറിയാ ഒറ്റെണ്ണത്തിന് വെറുതെ വിടൂല. ഞങ്ങളെ തൊട്ട് ഞങ്ങളും വെറുതെ വിടില്ലടാ. നിനക്ക് പള്ളിയിൽ നിന്ന് കിട്ടിയൊന്നും പോരാലേ, നിന്നെ കാണിച്ചാലോ ഞാൻ. വിടില്ലടാ. എന്നെ തല്ലാൻ കയറിയിട്ട് പിന്നെ വെല്ലുവിളിക്കണ പാടാ കാണിച്ചാ. തനിക്കിപ്പോ എന്താ വേണ്ടത്? 10 പൊറോട്ട, 2 ചിക്കൻ ഫ്രൈ, 2 ബിരിയാണി. ബാബുച്ചേട്ടാ, ബാബുച്ചേട്ടാ, എന്താടി ഇത്? ആരെങ്കിലും കാണും, കരയല്ലേ? നിങ്ങൾ ആരുമില്ലാതെ ഞാനൊക്കെ ഒറ്റയ്ക്കായ പോലെ. ഏയ്, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. ഉണ്ട്, മനസ്സുകൊണ്ട് ഞങ്ങളെല്ലാം അവിടെ ഉണ്ട്. അമ്മേനെ തിരക്കായിരുന്നു, കരയുന്നുണ്ടാവൂലേ? ഇത് കുഞ്ഞുമോൾക്കും അമ്മയ്ക്കും കൊടുത്തേക്ക്. പത്തിരി ഇറച്ചിക്കറിയാം, അമ്മയ്ക്ക് ഇഷ്ടമാണ്. ബാബുച്ചേട്ടാ, നിങ്ങളെന്ന് പറഞ്ഞ സത്യമാണോ? അയാൾ അങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞില്ലേ? ഏതാണ്? ബിരിയാണി ചട്ടുകത്തിന് കൈയും കാലും വെച്ച പോലെ. അയ്യേ, എന്താടി? ഞാനാ നിന്നെ ചൊടിപ്പിക്കാൻ വേണ്ടി. അവ സുന്ദരനല്ലേ, നല്ല വെളുത്തിട്ട് നീണ്ട് മണ്ടി. ബാബുച്ചേട്ടാ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്നോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ ആ TV ഒന്ന് നിർത്തോ. ഇവിടെ ആർക്ക് എന്ത് പറ്റിയാലെന്താ? കുടുംബവളക്കം, സീതാ കല്യാണം ഒക്കെ കണ്ടുകൊണ്ടിരുന്നാ മതിയല്ലോ. അത് കാണുമ്പോ വരുന്ന സങ്കടം ഇവിടെ ആരെങ്കിലും ചത്താലും ഇല്ലല്ലോ. അവര് കല്യാണത്തിന് വിളിക്കാത്തവര് നീ എന്തിനാ എന്റെ മേക്കിട്ട് കയറുന്നത്? നീ എന്റെ മോനോട് പോയിട്ട് ചോദിക്ക്. പെണ്ണെന്തിയേ? അവളെവിടെ പോയി? എനിക്കറിയത്തില്ല, പോയി തിരക്ക്. നീ ഇതിനകത്ത് ഇങ്ങനെ അടയിരിക്കണ്ട. അവരെ വിളിച്ചില്ലെങ്കിൽ വിളിക്കണ്ട. കുഞ്ഞുമോളെ കല്യാണത്തിന് നമുക്ക് അവരെയും വിളിക്കണ്ട. ഹലോ ഹലോ ബാബേ, എവിടെ? ഒരു വിവരമില്ലല്ലോ. എന്നോടൊരു വാക്കുപോലും പറയാതെ പോയല്ലേ. എൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? ഇപ്പം എവിടെയാ? ലീവ് കഴിഞ്ഞെത്തിയോ? അറിഞ്ഞു. ലീവൊക്കെ കഴിഞ്ഞു. ബാബ വീട്ടിലേക്കൊന്ന് വരാമോ? ഓട്ടോ ആണോ? എപ്പോഴാ വരണ്ടേ? അല്ല, ഓട്ടോ ഒന്നുമല്ല, ഇപ്പൊ തന്നെ വന്നോളൂ. വരണേ, ഞാൻ വെയിറ്റ് ചെയ്യും. ആ